ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് തൊഴിലാളി മരിച്ചതിന് പിന്നാലെ മാലിന്യ നീക്കത്തിൽ വീഴ്ച ആരോപിച്ച് നഗരസഭയിലേക്ക് പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച്. യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് മാർച്ചുകൾ സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ബി.ജെ.പി കൗൺസിലർമാരും നഗരസഭയിൽ പ്രതിഷേധിച്ചു. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, നഗരസഭയ്ക്ക് ഉള്ളിലും പ്രതിഷേധമുണ്ടായിരുന്നു. ബി.ജെ.പി പ്രതിഷേധം, പുറത്ത് പ്രതിഷേധം കുറച്ച് കടുത്തു. അപ്പോൾ അവരുടെയൊക്കെ പ്രതിഷേധത്തിൽ പോലീസ് ഇടപെടൽ എങ്ങനെയായിരുന്നു? പ്രതിഷേധക്കാരെ അവിടെ നിന്നൊക്കെ നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മൂത്തി, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും പരിസരവും സമരമുഖരിതമാവുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇന്ന് കോർപ്പറേഷനകത്തും പുറത്തുമായി കണ്ടത്. രാവിലെ തന്നെ ബി.ജെ.പിയുടെ കൗൺസിലർമാർ കോർപ്പറേഷനകത്ത് മേയറുടെ ഓഫീസിന് തൊട്ടുമുന്നിലായി ഉപരോധം സംഘടിപ്പിച്ചു. മേയർ എത്തിയാൽ തടയും എന്നുള്ളതായിരുന്നു ബി.ജെ.പി കൗൺസിലർമാരുടെ പ്രഖ്യാപനം. പക്ഷേ മേയർക്ക് കോർപ്പറേഷന് പുറത്ത് മറ്റ് പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ മേയർ ഇവിടേക്ക് എത്തിയില്ല. ആ ഉപരോധം കുറെ അധികം സമയം തുടർന്നു. എന്തായാലും അതിനുശേഷമാണ് ആ ഉപരോധം നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കോർപ്പറേഷനകത്തേക്ക് കടന്നു വന്നത്. കോർപ്പറേഷന്റെ കവാടവും കടന്ന് കാർപോർട്ടിന്റെ പരിസരം വരെയും യൂത്ത് ലീഗ് പ്രവർത്തകർ എത്തി. ഡെപ്യൂട്ടി മേയർ പി.കെ. രാജു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം. കരിങ്കൊടികളും യൂത്ത് ലീഗിന്റെ കൊടിയുമായാണ് അവർ എത്തിയത്. മേയറുടെ ഓഫീസിനകത്ത് കസേരയിൽ കരിങ്കൊടി കെട്ടും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ആ പ്രവർത്തകരെ ഈ കോർപ്പറേഷന്റെ അകത്തേക്ക് കയറുന്ന കതകിനും ഈ പറയുന്ന ഗ്ലാസിനും അവിടെ വെച്ച് തടയാൻ പോലീസിന് കഴിഞ്ഞു. ആ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റി വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രഖ്യാപിച്ചിരുന്ന മാർച്ച് കോർപ്പറേഷൻ ഗേറ്റിലേക്ക് മുന്നിലേക്ക് എത്തിയത്. പോലീസ് പ്രവർത്തകർ എത്തിയപ്പോൾ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. പ്രകോപിതരായ പ്രവർത്തകർ കോർപ്പറേഷന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് തകർത്ത് കോർപ്പറേഷനകത്തേക്ക് കടന്നു. കോർപ്പറേഷനകത്തേക്ക് കടന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ കൂടുതൽ പ്രവർത്തകർ വീണ്ടും അകത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. പോലീസുമായി വലിയ തോതിലുള്ള ഉന്തും തള്ളും കോർപ്പറേഷനകത്തും കോർപ്പറേഷൻ ഗേറ്റിന് പുറത്തുമായി ഉണ്ടായി. ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തിരുന്നു. തുടർച്ചയായി ജലപീരങ്കി വീണ്ടും പോലീസ് പ്രയോഗിച്ചുവെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അതിനുശേഷം കുറച്ച് പ്രവർത്തകരെ പോലീസ് ഇവിടുന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കി. അതിനുശേഷമാണ് പിന്നീട് കോർപ്പറേഷന്റെ പിന്നിലത്തെ ഗേറ്റിന്റെ ഭാഗത്ത് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായത്. ആ വഴിയും പോലീസ് പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ ശ്രമം നടത്തി. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വലിയ പോലീസിന്റെ സന്നാഹം ഇപ്പോഴും കോർപ്പറേഷൻ പരിസരത്ത് തുടരുകയാണ്. എപ്പോൾ വേണമെങ്കിലും മറ്റ് പ്രതിഷേധങ്ങൾ ഉണ്ടാകാം എന്നുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോഴും പോലീസ് ഇവിടെ തുടരുന്നത്. മണിക്കൂറുകൾ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോഴെന്തായാലും കോർപ്പറേഷൻ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രതിഷേധം ഇതുകൊണ്ട് അവസാനിക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസും ബി.ജെ.പിയും എല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ കോൺഗ്രസിന്റെ പ്രതിഷേധം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ബി.ജെ.പിയും നാളെ പ്രതിഷേധത്തിനുള്ള സാധ്യതകൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ നഗരത്തിലുള്ള മാലിന്യത്തിന്റെ ഉത്തരവാദി, പ്രത്യേകിച്ചും ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവാദി തങ്ങളല്ല എന്നും അത് റെയിൽവേ ആണെന്നും ആരോപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം റെയിൽവേ സ്റ്റേഷന് മുന്നിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മാലിന്യ പ്രശ്നത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഒരുപോലെ സമരരംഗത്താണ് ഇപ്പോൾ ഉള്ളത്. മോത്തി.